ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ അൽത്താഫ് ഷംനാൻ്റെ പുതിയ ഷോപ്പായ ഷെയ്ൻ ലേഡീസും യൂണിസെക്സ് സെലൂണും ഇന്ന് ഓപ്പണായി. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ ഡേ ആണ് ഇന്ന്. അപ്പോൾ അതിന് പോയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഗായ്സ്, നമ്മൾ പോരുന്നൊരു 4 o'clock ആകുമ്പോൾ പോരുന്ന കഴിഞ്ഞാൽ എൻ്റെ അടുക്ക് ഒരു 1 hour അങ്ങനെ ട്രാവലുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ടായിട്ട് ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷമാണ് സാന എത്തിയത്. ഗൈസ്, ഓൾ നമ്മളായിട്ട് മുന്നേ വന്നിന്, മാത്രം ഓൾ പകുതിന് അവിടെ നിർത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായി സാന വരുമ്പോൾക്ക്. അങ്ങനെ സാന അവരോട് മുണ്ടിക്കൊണ്ട് വരുന്നതാണ്. ഗൈസ്, പക്ഷേ സാന വന്നിട്ടായിട്ട് അവിടെ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ ഏകദേശം കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു. കാസർഗോഡ് തന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സും പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ കുറേ ആൾക്കാർ അറിയുന്ന ആൾക്കാരുണ്ടായി, കുറേ ആൾക്കാർ അറിയാത്ത ആൾക്കാരുണ്ടായി. എന്നിട്ട് ഇനാഗ്രേഷൻ ആക്കുന്നത് ഒരു ഉസ്താദ്, കുറേ പേരറിയില്ല. അങ്ങനെ ഇനാഗ്രേഷൻ ആക്കുമ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് അങ്ങനെ ഉസ്താദ് ഇത് മുറിച്ചിട്ട് ഗൈസ് എന്തായിരുന്നില്ല, കഴിയുന്നില്ല എന്ന് തോന്നുന്നു. വോയിസ് ഓവർ കൊടുക്കാനും കഴിയുന്നില്ല, കട്ടാക്കേണ്ട പേരുന്നു. എന്നിട്ട് ഉസ്താദ് അതിൻ്റെ ഉള്ളിൽ ഇത് സെലൂണാണ്. സെലൂണിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്നിട്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും താഴെ വന്നിട്ട് നോക്കണേ ഇനി. എന്നിട്ട് നമ്മളെ പുറത്ത് നിന്നാകുമ്പോൾ ഈ ഒരു വീഡിയോ കിട്ടി ഷോപ്പിൻ്റെ. മറ്റേ ചില ആരും ഇല്ലാത്ത വീഡിയോ ഒന്നുമില്ല. അങ്ങനെ ഉസ്താദ് വരുമ്പോൾ നമ്മളെല്ലാവരും മുറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായി. അതെ ഒരു ജീജിനെ അറിഞ്ഞിട്ടെടുക്കണ്ട ചെട്ടീനെ മുമ്പിൽ വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ജീജു. ഉസ്താദ് ആയിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പുറത്ത് നിന്നിട്ട് ഒരു 15 minutes നമ്മൾ വെയിറ്റ് ആക്കി. എന്നിട്ടായിട്ട് ഉസ്താദ് വരുന്നിട്ടില്ലായി. നമ്മൾ ജ്യൂസ് കുടിച്ച് എന്നിട്ടായിട്ട് അവിടെ കുറച്ച് ഡേറ്റ്സ് നട്ട്സ് എല്ലാം ഉണ്ട്. നമ്മൾ ഇവിടെ തന്നിട്ടില്ലായിട്ട് അപ്പം നമുക്ക് ട്രേ പിടിച്ചിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. നോക്കും ഉമ്മ. എന്നിട്ട് നോക്കും പപ്പാടെ മുറ്റത്ത് ഇങ്ങനെ ഒറ്റക്ക് നിന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറഞ്ഞ് സെനാവും ജീജുവും അൽത്താഫും ഷംനാവും നിന്ന്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നല്ല തിരക്കുണ്ടായി. പിന്നെ യോറെ ഫാമിലി നിന്ന് യോരൊരു ഫാമിലി ഇൻഫ്ലുവൻസേഴ്സാണ്. ഗൈസ്, വ്ളോഗറാന്ന് നമുക്ക് അറിയാലോ, ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ അറിയാം. അവിടുന്ന് മുണ്ടി കമ്പനിയായി. പിന്നെ കാസർഗോഡ് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പിന്നെ ബാച്ചാൻ്റെ വൈഫും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ സെന കുറേ വീഡിയോ. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? നിനക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? എന്താ അഭിപ്രായം? നമ്മ ഇങ്ങനെ സ്വീപ്പാകും. സെനാൻ്റെ ഫേവറേറ്റ് അതല്ല, സെനാൻ്റെ ഫേവറേറ്റ് ഇതല്ല, എന്തെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ കൂടിയിട്ടാകുമ്പോൾ അങ്ങനെ. എന്നിട്ട് ഞാൻ സെനാട് ഷോപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സെന പറയുന്നത്, നീ ആരും നീലക്കൊയില ഇങ്ങനെ അടുത്ത് വന്നെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നീലക്കൊയില ഉണ്ടായിന്. പിന്നെ കാതർ കരിപ്പൊടി, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ടായത്. എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സിങ് റൂം അവിടെ ചൂടെടുക്കുന്ന കുറേ ആൾക്കാർ കൂടിയിട്ട് ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മുടിയെല്ലാം ശരിയാക്കി പുറത്ത് പോകുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. സെന നിരിച്ചത് ഈ ബ്ലോഗ് ഫുള്ള് സെന മാത്രം. എന്താ പറഞ്ഞാൽ കാണുന്നത് ഓളെ മാത്രം എടുക്കുന്നില്ല, വേറെ എന്തോ ഓൾ കാണുന്നില്ലല്ലോ. എന്നിട്ട് ഞങ്ങൾ അവിടെ
രണ്ട് ലെയറായിട്ട് 2 ഫ്ലോറായിട്ട് ഒക്കെ ഷോപ്പുള്ളത്. മീത്തലത്തെ ഫ്ലോറിൽ പാർട്ടി വെയറും താഴത്തെ ഫ്ലോറിൽ ഇങ്ങനെ ക്യാഷ്. ഈ ചുവന്ന കുപ്പായിട്ട് ആരാണ് ഗൈസ്, ഇതാണ് നീലക്കുയിൽ. ഓരോ ഉണ്ടായിനും. എന്നിട്ട് അവിടെ ഹെലൻ വന്നിട്ടാകുമ്പോൾ ഇവരിങ്ങനെ ബാക്കിൽ പാഞ്ഞു പോകുന്നത് വെച്ചിരിക്കുന്നത് എങ്ങനെ അത് കറക്റ്റ് ടൈമിനിങ്ങനെ പോകാൻ കഴിഞ്ഞു. എന്നിട്ട് ഇത് സന ഹാങ് ആക്കിയത് വെച്ചിട്ട് അതെല്ലാം കാണിച്ചു തരുന്നുണ്ടായി. അങ്ങനെ നമ്മൾ 2-3 ഡ്രസ്സെല്ലാം നോക്കി. മാത്രം ഡ്രസ്സ് ഇട്ടോ കണ്ടെടുക്കാൻ അയാളവിടെ ഇട്ടോക്കാനാണെങ്കിൽ നല്ലോണം ആൾക്കാരും ഉണ്ടായി. ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ നോക്കിയെടുക്കണം. സന നമുക്ക് ഇനി ഒരു ദിവസം വന്നിട്ട് എടുക്കുക. ജീജുൻ്റെ ഉമ്മ ഒരു സാരി എടുത്തിന്. എന്നിട്ട് ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. പാട്ട് ഇനിയിട്ട് കോപ്പറേറ്റ് വരുമെന്നൊക്കെ അറിയില്ല. അങ്ങനെ ഇങ്ങനെ താഴെ പോകുമ്പോൾ ഹെലൻ വന്നിട്ട് ഓറഞ്ച് ഫോട്ടോ എടുത്തിനായി. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സാജിദ ഹാരിസ ഉണ്ടായി. നമുക്ക് ലൈക്ക് ഇവരൊന്നും പേരറിയാല, ഇങ്ങനെ കണ്ടിട്ട് തന്നെ അറിയുന്നത്. ഇപ്പം ഞാൻ പേരാകെ സാജിദ ഹാരിസാനും ഹെലൻ്റെയും അങ്ങനെ മാത്രമേ അറിയൂ. അങ്ങനെ ഓരെല്ലാം നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നസ്രി വന്ന് അങ്ങനെ നസ്രീൻ്റെ ബേബീനെ കളിപ്പിച്ചു. ബയ്യോളറിയാത്ത ആളാണ്ട് അറിയില്ല. കയറിയാണ് സ്റ്റാർട്ടായി. പിന്നെ അൽത്താഫ പലമുണ്ട്. എന്നിട്ട് നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ വെച്ചാൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് ജീജുനെ കാണുന്നുണ്ടായില്ല. ഗൈസ് ബൈ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ജീജു വരുന്ന കണ്ടു. അപ്പോൾ ജീജുനെ വിളിച്ച് ജീജുവും നിന്നിട്ട് നമ്മൾ എല്ലാവരും ഫോട്ടോ എടുത്ത്. എന്നിട്ട് അൽത്താഫ പപ്പൻ എന്തിനാ ചെല്ലുണ്ടായി. ഗൈസ് അപ്പോൾ വീടിൻ്റെ സമയം കഴിഞ്ഞ് ബയ്യ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എന്താ പിന്നെ കുറേ ആൾക്കാർ വെയിറ്റ് ആക്കുന്നുണ്ടായി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഷെസാൻ നോക്കാം ഒരു മൂലക്ക് ഒറ്റക്ക് നിന്നിന് വരുന്നില്ല. ഇങ്ങനെയും ഓരോരിടത്ത് നിൽക്കുക. എന്താ പറഞ്ഞാൽ നല്ല ചൂടെടുക്കണേ. കുറേ ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു. എന്നിട്ട് യോറെല്ലാം ഫോട്ടോ എടുത്തിട്ടായിട്ടാകുമ്പോൾ ഇതാ ഗൈസ് ഇപ്പം ഞാൻ കാണിച്ചാൽ ദിസ് ഈസ് ദ വൺ നീലക്കുയിൽ. എന്നിട്ട് ഞങ്ങൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബില്ലടിക്കുന്ന അവിടെ കയറി നിന്ന്. ഫസ്റ്റ് കസ്റ്റമർ നമ്മൾ ജിജു നോക്കോ ഗൈസ്. സാരി ഫസ്റ്റ് പോണി ജീജു നോക്കാലോ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിന്. ഇത് ഓണിച്ചില്ലേ ഫസ്റ്റ് ബില്ല് ബോഡിയായി വാങ്ങിച്ചേ. അതാ ഫസ്റ്റ് കസ്റ്റമർ. വേറെ ആള് വാങ്ങാനാ. ഫസ്റ്റ് കസ്റ്റമറായ റൈസിയാണ് ഇവിടെ. ഫസ്റ്റ് ബില്ല് ജീജു കസ്റ്റമർ. ഫസ്റ്റ് കസ്റ്റമർ എന്നെന്ത് കുട്ടിയിലാക്കി ജീജു കഴിച്ച. ഫസ്റ്റ് കസ്റ്റമർ എടുത്ത ജീജു. ആ ജീജു ഡ്രസ്സെല്ലാം വാങ്ങിയിട്ടായിട്ടാണ് പറയുന്നത്. ജീജു വാങ്ങി ഷോപ്പിലത്തെ ഫസ്റ്റ് കസ്റ്റമർ എന്ന് അതിൻ്റെ ഇതാണ് ജീജുവിൻ്റെ നിങ്ങൾ കണ്ടത്. അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്തിട്ടായിട്ട് ആടെ ബില്ലിങ്ങിൻ്റെ ആൾ ഞാനിരുന്നു ഗൈസ്. അങ്ങനെ ബില്ലാക്കാനല്ലേ പഠിച്ച്. മാത്രം ഞാൻ ബില്ലാക്കുന്ന എടുത്തിട്ടാകുമ്പോൾ കാർഡ് സാധനം വാങ്ങിയിട്ടാണ്. എന്നിട്ടാകുമ്പം ഞങ്ങൾ ഫാസ്റ്റായിരുന്നു കീനും ചെയ്തു ഷോപ്പിൽ നിന്ന്. എനിക്ക് ജീജുൻ്റെ ഒരു സാധനം എടുത്തത് വീഡിയോ എല്ലാം എടുത്ത് എന്നിട്ട് ഞാൻ തിരിച്ചത് നമ്മൾ ആടിന് നേരെ പുറക്ക് പോകുന്നത്. എന്താ പുറക്ക് പോകുന്ന സ്ഥലത്താണ് വന്നത്. അപ്പോൾ അത് സാറിനത് ആടിന് എടുക്കോ ഫുഡാക്കാൻ വേണ്ടി വിളിച്ചിന് നമ്മളെ. അങ്ങനെ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അങ്ങനെ എല്ലാവരും എത്തിയിട്ട് നമ്മൾ ഫുഡാക്കാൻ വേണ്ടി പോയി.
ഏതൊരു കുഞ്ഞ് കരിയുമ്പോൾ നമ്മൾ ഓരൊക്കെ തന്നെ കോക്കും കുറേ കരിയുന്ന മതിയാക്കുന്നതാണ് ഗൈസ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ റീസെൻ്റായി കുറേ കുട്ടികളൊക്കെ ഇത് ട്രൈ ആക്കിന് നമുക്കത് വർക്കൗട്ടായി നല്ല പാങ്ങില്ല. ഓള് ക്യാമറ കാണുമ്പോൾ ചിരിക്കുന്നു. ഓള് ഊഞ്ഞാലയിൽ ആടുമ്പോൾ ഇങ്ങനെ കരിയുന്നല്ല മതിയാക്കി ചിരിച്ചുകൊണ്ടുണ്ടായി. എന്നിട്ട് അവിടെ എന്തെല്ലോ ഉണ്ടായി, സിപ്പ് ലൈൻ പോയിട്ട് പിന്നെ സൈക്കിള് ചവിട്ടുന്ന ജീപ്പ് ചവിട്ടുണ്ട്. അതൊക്കെ കയറണമെന്ന് ആശയമായിരുന്നു, മാത്രമേ എന്തെങ്കിലും കയറാൻ കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്ന പിന്നെ ഇപ്പം നേരത്തെ കാണിച്ചിട്ട് സിപ്പ് ലൈൻ പോകുന്ന പോലത്തെ അത് പിന്നെ പുള്ളർക്ക് കളിക്കാൻ വേണ്ടി ഇങ്ങനത്തെ എന്തായാലും ഇങ്ങനെ കയറി മാത്രം നമുക്ക് ബാലൻസ് ആവുന്ന ബേക്കിന് ഇങ്ങനെ നടക്കുന്നതുണ്ടായി. പിന്നെ തുള്ളി കളിക്കുന്നില്ല അതെല്ലാം ഉണ്ടായി. ഇവിടെ എല്ലാവർക്കും കയറാനുണ്ടായി. അതാണെങ്കിൽ അങ്ങനത്തെ അടുത്തൊന്നും നമ്മളെ കയറ്റുന്നില്ല, നമ്മൾ ചെറുത് വലുത് പറഞ്ഞിട്ട് മാത്രം ഇവിടെ കയറാൻ കഴിയുന്നുണ്ടായി. കയറാൻ കഴിഞ്ഞിട്ടാൽ മാത്രം കുഞ്ഞിക്ക് ചെല്ലിട്ട് ഫ്രൈസ് വാങ്ങി, ജ്യൂസ് വാങ്ങി. നിന്റെ മമ്മ നിക്ക് ചെല്ലിട്ട് എല്ലാം വാങ്ങുന്നുണ്ട്. തിന്ന് നോക്കിയാ, തിന്ന് നോക്ക്, തിന്നേ. Guys, this is my new friend. Allah, new friend ചെല്ലി ഓളെ പേര് ചോദിച്ചിട്ട് ഞാൻ എടുത്തോളൂ. നിന്റെ പേരെന്ത്? Guys, guys, made this Shazubi and there is one mama's girl. Hi. മാത്രം ഓളൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ക്യാമറ കാണിച്ച് ചിരിക്കുന്നു. ഓളെ മമ്മ ഒക്കെ അത് നല്ല ബാഡാക്കി കൊടുത്തു. ക്യാമറ കാണിച്ച ആൾക്കാർ നിങ്ങൾ മതിയാക്കി ചിരിക്കും. ക്യാമറ കണ്ട ഹായ് ആക്കും. അത് കുഞ്ഞിക്ക് മറ്റേ അടുപ്പിച്ചില്ല ബണ്ണ് കൊണ്ടുവരുന്നുണ്ട്. കുഞ്ഞിക്ക് കണ്ട് 2 ബണ്ണ്, ഗ്ലാസ്സിൽ വെള്ളോ, ഫ്രഞ്ച് ഫ്രൈസ്, കോക്ടെയിൽ. കുഞ്ഞി ചെല്ലി ഓള് ഉസാറാക്കി വീണു. കുഞ്ഞിക്ക് ചെല്ലിയെല്ലാം വേങ്ങുന്നുണ്ട്. അങ്ങോട്ട് പോയി ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട്സായി ഗൈസ്, ഞാനും ഷെസുബിയും. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് ഗൈസ് നമ്മൾ വേറൊരു വ്ളോഗറായ നെസ്ലിയെ കണ്ടുമുട്ടിയത്. ഫസ്റ്റ് ഞാനെടുത്ത് നെൽസെടുത്ത് എന്നിട്ട് നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ള റെഡിയാക്കി വെച്ച് ഫ്രൈഡ് ചിക്കൻ, ക്ലബ് സാൻഡ്വിച്ച് പോലത്തത്, റാപ്പ് പോലത്തെ എന്തെല്ലോ ഫുഡ് ഐറ്റംസ് ഉണ്ടായി. ഞാനെന്ത് തോന്നിച്ചാൽ ഗൈസ് കുറച്ച് നൂഡിൽസും ഒരു ഫ്രൈഡ് ചിക്കൻ എടുത്ത് തന്നെ അവിടെ ചിക്കി വെച്ചിന്. അമ്മ എന്തു ബാണോന്നേ ഉണ്ടായിട്ട് അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. അൺടിൽ നെക്സ്റ്റ് വീഡിയോ. അല്ല ഗൈസ് ഒക്കെ പറയാൻ വേണ്ടി മറന്നുപോയി, ഷിംസാർ പറഞ്ഞിട്ടുണ്ടായി. ഇവര് 2 ആളാണ് ഇത്. ഇവര് വീഡിയോയില് നമുക്ക് തോന്നുന്നു കേരളത്തിൽ 95% ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഷിംസാർ പഞ്ചാബ് ഫുള്ള് ഷിംസാർ ഫാൻസായി. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഗൈസ് ഷംനാൻ്റെ അടുത്ത ഇനാഗ്രേഷന് പോയ വിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അൺടിൽ നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും. ബൈ ഗൈസ്. ഇന്നത്തെ വ്ളോഗ് എങ്ങനെയാണ് എന്നിട്ട് കമൻ്റ് ആവും.